സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ റമദാൻ മാസത്തിലെ പ്രാർത്ഥനകൾ, ചില പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിച്ചു. ഇൻഷാ അല്ലാഹ് റമദാൻ മാസത്തിൽ മുഴുവനായിട്ടും ചൊല്ലേണ്ടതായ ഒരു പ്രാർത്ഥന നമുക്കിന്ന് പഠിക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രാർത്ഥനയാണ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ. ഇതാണ് പ്രാർത്ഥന. എപ്പോഴും സദാസമയത്തും നമസ്കാര ശേഷം, വെറുതെ ഇരിക്കുമ്പോൾ, നടക്കുന്ന സമയത്ത്, ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. പക്ഷേ പ്രാർത്ഥന കൊണ്ട് മാത്രം കാര്യമില്ല. എന്താണ് ഈ പ്രാർത്ഥനയുടെ ആത്മാവ്? ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുള്ള ആശയം എന്താണ്? അതുകൂടി മനസ്സിലാക്കിയാലേ പ്രാർത്ഥിച്ചതുകൊണ്ട് നേട്ടമുണ്ടാവുകയുള്ളൂ. നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഈ പ്രാർത്ഥനയിൽ ആദ്യം തന്നെ പറയുന്നത് ഷഹാദത്ത് കലിമയുടെ ഒരു ആശയമാണ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ, നീ അല്ലാതെ മറ്റൊരു ആരാധ്യനില്ലെന്ന് ഞാൻ ഇതാ സാക്ഷ്യം വഹിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആദ്യം പറയുന്നത്. ഒരാൾ മുസ്ലിമായി തീരാൻ അനിവാര്യമായ ഒന്നാമത്തെ സംഗതിയാണ് ഷഹാദത്ത് കലിമ. അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് പറയുക എന്നത്. ആ ഷഹാദത്ത് കലിമ അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് പറയുക എന്നതിൽ അടങ്ങിയിട്ടുള്ള ഒരു ലോജിക് ഉണ്ട്. അത് നാം തിരിച്ചറിയണം. അള്ളാഹു ആണ് എൻ്റെ ഏക സൃഷ്ടാവ്, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, ദാസനാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടിമത്വം ഏറ്റെടുക്കുന്നതിലൂടെ എന്നിൽ വന്നു ചേരുന്ന ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ തിരിച്ചറിയണം. ആ ഉത്തരവാദിത്വ ഭാരത്തെ തലയിൽ ചുമന്ന് കൃത്യമായി പ്രാവർത്തികമാക്കി വീഴ്ചകളൊക്കെ സംഭവിക്കുമ്പോൾ അള്ളാഹുവോട് മാപ്പിരന്ന് ജീവിച്ചാൽ മാത്രമേ ഒരു യഥാർത്ഥ വിശ്വാസിയായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂ. അപ്പൊ ഈ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ, നീ അല്ലാതെ മറ്റൊരു ആരാധ്യൻ എനിക്കില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഷഹാദത്ത് കലിമയുടെ അർത്ഥവും ആശയവും മനസ്സിലാക്കി, ഷഹാദത്ത് കലിമയിൽ ഞാൻ പറഞ്ഞ വാക്യത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ട് അള്ളാഹുവിൻ്റെ അടിമത്വത്തെ സ്വീകരിച്ച് ചിട്ടയോടെ ജീവിക്കാൻ സന്നദ്ധനാണ് എന്ന പ്രഖ്യാപനമാണ് ആദ്യം തന്നെ ഈ പ്രാർത്ഥനയിൽ നമ്മളൊക്കെയും നടത്തുന്നത്. രണ്ടാമതായിട്ടോ അസ്അലുക്കൽ ജന്ന, അള്ളാഹുവേ, ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു. നിസാരപ്പെട്ട ഒരു കാര്യമാണോ അത്? സ്വർഗത്തെ ചോദിക്കാനുള്ള എന്തൊരു അർഹതയാണ് എനിക്കുള്ളത്? ഒരു ആത്മപരിശോധന തുടക്കത്തിലെ ആവശ്യമുണ്ട്. വെറുതെ കയറിയിട്ട് ചോദിക്കാനുള്ളതല്ല സ്വർഗം. അങ്ങനെ ചോദിച്ചാൽ കിട്ടുന്ന ഒന്നല്ലല്ലോ സ്വർഗം. വിശുദ്ധ ഖുർആനിലെ സൂറ ബഖറയിലെ ഒരായത്ത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുകുമുൽ ലറാഉ മസ്സതുകുമുൽ ബഅസാഉ വൽ ലറ. ബഖറയിൽ അള്ളാഹു നമ്മോട് ചോദിക്കുന്നത്, സ്വർഗത്തിലേക്ക് പോകാമെന്ന് വ്യാമോഹിക്കുകയാണോ? നിങ്ങളുടെ പൂർവികരൊക്കെ അനുഭവിച്ച ത്യാഗത്തിൻ്റെ, പ്രയാസത്തിൻ്റെ ഒന്നും സഹിക്കാതെ സ്വർഗത്തിലേക്ക് നിഷ്പ്രയാസം സഞ്ചരിക്കാമെന്ന് വ്യാമോഹിക്കുകയാണോ? അപ്പോൾ നമ്മൾ ഈ ചോദിക്കുന്ന സ്വർഗം, എന്ത് ത്യാഗം ഞാൻ സഹിച്ചിട്ടുണ്ട്, എന്ത് ഇടങ്ങേറ് ഞാൻ സഹിച്ചിട്ടുണ്ട്. വെയിൽ കൊണ്ടിട്ടില്ല, ഒരാക്ഷേപവും കേട്ടിട്ടില്ല, പടച്ചവൻ്റെ ദീനുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ വെറുതെ ചോദിച്ചാൽ, പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന ഒന്നല്ല സ്വർഗമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് പറയുന്നു.
അപ്പോൾ സ്വർഗത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു ആത്മചോദ്യം ആദ്യം തന്നെ ചോദിക്കണം. എന്തെങ്കിലും ത്യാഗം സഹിച്ചിട്ടുണ്ടോ? പണിയെടുത്തവർക്കേ സ്വർഗം കിട്ടൂ. ഈ പ്രാർത്ഥനയിൽ അവസാനമായി പറയുന്നത് വഅഊദു ബിക മിനന്നാർ, അള്ളാഹുവേ നരകത്തെ തൊട്ട് ഞാൻ അഭയം തേടുന്നു എന്നാണ്. അപ്പോൾ നരകത്തെ തൊട്ട് അഭയം തേടാൻ പ്രാർത്ഥന മാത്രം മതിയോ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ കർമ്മങ്ങൾ നമ്മൾ ചെയ്യണ്ടേ? നരകത്തിലേക്ക് പോകുന്ന ദുഷ്കർമ്മങ്ങളെ തൊട്ട് അകന്നു നിൽക്കാൻ തയ്യാറാവണ്ടേ? ഇതൊന്നും ചെയ്യാതെ വെറുതെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഇത് കിട്ടുകയില്ല. റമദാൻ മാസത്തിൽ ഇങ്ങനെ ചുളുവിൽ പ്രാർത്ഥിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. 3 കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. 1, ഷഹാദത്ത് കലിമയുടെ അർത്ഥവും ആശയവും ഗ്രഹിച്ച് യഥാർത്ഥ മുസ്ലിമായി ഞാൻ ജീവിക്കാൻ തയ്യാറാണ് എന്ന പ്രഖ്യാപനം. തയ്യാറാണോ? ചോദ്യം അവിടെ കിടക്കുകയാണ്. 2ാമതായിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ ആവശ്യമായ ഏതൊരു ത്യാഗവും സഹിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന പ്രഖ്യാപനം. സന്നദ്ധനാണോ എന്ന ചോദ്യം അവിടെ കിടക്കുന്നു. 3ാമത്തെ പ്രാർത്ഥനയുടെ ആശയം നരകത്തിലേക്ക് എന്നെ നയിക്കുന്ന ദുഷിച്ച കർമ്മങ്ങളെ തൊട്ട് ഞാൻ അകന്നു നിൽക്കാനും സന്നദ്ധനാണ് എന്ന പ്രഖ്യാപനം. പ്രിയമുള്ളവരെ, എല്ലാവരും ബൈഹാട്ടാക്കി വയ്ക്കുക. റമദാൻ മാസത്തിൽ പ്രാർത്ഥിക്കുക, പ്രാവർത്തികമാക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.